കുറച്ച് പഴയ സിനിമയാണെങ്കിലും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അല്ലേ, കോട്ടയം കുഞ്ഞച്ചൻ. അതിനകത്ത് ഒരുപാട് കോമഡി സീനുണ്ട്. എങ്കിലും അതിനകത്തൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനായിട്ട് വരുന്ന ഒന്നാണ് ഒരു പരിഷ്കാരിയായിട്ടുള്ള ആൾ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത് അതുപയോഗിച്ചാണ്. ശ്രദ്ധിക്കുക, നമ്മൾ സിനിമ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള സംഭാഷണങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ ആന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേൽ. ഇന്നസെന്റ് പറയാണ്, വി ഹേർഡ് ദാറ്റ് ദ ഗ്രൂം ഈസ് ബിറ്റ് ഫാഷനബിൾ അല്ലെങ്കിൽ ബിറ്റ് മോഡേൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രൂം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള വാക്ക് ബ്രൈഡ് ഗ്രൂം എന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ടായിട്ട് ഗ്രൂം എന്നും ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഞങ്ങൾ കേട്ടത്? കുറച്ച് മോഡേൺ ആണ്, ഫാഷനബിൾ ആണ്, പരിഷ്കാരിയാണ് എന്നൊക്കെയാണ് അല്ലേ. നൺ ഓഫ് യു സീംസ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ആരും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചെറുക്കൻ്റെ അപ്പം പറയുന്നത് ഓ യെസ് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? ഓ യെസ്, ഐ എം ദി ഫാദർ ഓഫ് ദി ഗ്രൂം അല്ലെങ്കിൽ ഐ എം ദ ഫാദർ ഓഫ് ദി ബ്രൈഡ് ഗ്രൂം ആന്ത്രോസ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് അതേപടി മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്, അതിൻ്റെ അപകടങ്ങളെപ്പറ്റി പഠിച്ചാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ളത് നമുക്ക് കിട്ടത്തില്ല. ഇന്നസെൻ്റ് പറയണം ഐ എം ദി ഫാദർ ഓഫ് ദി ബ്രൈഡ്. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ പെണ്ണ് അല്ലേ. അപ്പോൾ കൂടെയുള്ളവർ എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാമെന്ന് ഓ എസ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓക്കെ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ്. മറ്റു കാര്യം ഗുഡ് ടു സീ യു, ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. വി ഹേർഡ് ദാറ്റ് ദ ഗ്രൂം ഈസ് ബിറ്റ് ഫാഷനബിൾ, ബിറ്റ് മോഡേൺ. നൺ ഓഫ് യു സീംസ് ലൈക്ക് ദാറ്റ്. ഓ യെസ്, ഐ എം ദ ഫാദർ ഓഫ് ദി ഗ്രൂം ആന്ത്രോസ്. ഐ എം ദി ഫാദർ ഓഫ് ദി ബ്രൈഡ് മൈക്കിൾ. ഓ യെസ്, ഓക്കെ, ഗ്രേറ്റ്, ഗുഡ് ടു സീ യു. ഇത് നമുക്ക് ഈ വീഡിയോയുടെ അത്രയും ഭാഗം ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ശ്രദ്ധിക്കുക, ഇത് കേൾക്കുന്ന കൂടെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷും കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുക. താഴെ കൊടുത്തിട്ടുണ്ട്. ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ ആന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേൽ. ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ. കുട്ടിയപ്പനാണല്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട്. ഇവിടെ നായികയ്ക്ക് അയ്യെന്ന് വെക്കുന്നില്ല. സച്ച് എ ഷെയിം എന്ന് വേണമെങ്കിൽ പറയാം. അവൾ ചോദിക്കുകയാണ്, യു ആർ മൈ ഫാദർ ഇൻ ലോ ആൻഡ് യു. നിങ്ങളാണല്ലേ അമ്മായിയച്ഛൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. നിങ്ങളാണ് അമ്മായിയച്ഛൻ അല്ലേ എന്നല്ലേ ചോദിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടാഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടാഗ് ക്വസ്റ്റ്യൻ്റെ പാഠം നിങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞ് KPSC ലളിത ഒന്ന് ചോദിക്കുന്നത്, യു ആർ കുട്ടിയപ്പൻ ആറൻറ്റ് യു. നീ ആണല്ലേ കുട്ടിയപ്പൻ അല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അവിടെയും ടാഗ് ക്വസ്റ്റ്യൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് ബ്രൈഡ്സ് മദർ ഏലിയാമ്മ. ഇതാണ് എന്താണ് കുട്ടിയുടെ അമ്മ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഹാവ് ഹേർഡ് അബൌട്ട് യു, അല്ലെങ്കിൽ വി ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് യു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നിങ്ങൾ കാണണം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. യു ആർ മൈ ഫാദർ ഇൻ ലോ ആൻഡ് യു. യു ആർ കുട്ടിയപ്പൻ ആൻഡ് യു. ഷീ ഈസ് ബ്രൈഡ്സ് മദർ ഏലിയാമ്മ. വി ഹേർഡ് എ ലോട്ട് അബൌട്ട് യു. വി ഹേർഡ് അബൌട്ട് യു. നമുക്കിത് ഒന്നുകൂടെ കേട്ടു നോക്കാം. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ. കുട്ടിയപ്പനാണല്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. കേട്ടിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നമുക്ക് കേട്ടു നോക്കാം. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ, ഒരു പരിഷ്കാരി. I have heard about you from Cora and brothers. കോരയും സഹോദരന്മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ ഉപയോഗിച്ചിരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. കഴിഞ്ഞ കാര്യമാണ്, സമയമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. എബൌട്ട് ദർ ഓൺലി ലിറ്റിൽ സിസ്റ്റർ, ഒരു കുഞ്ഞു പെങ്ങളെ പറ്റിയാണ് പറഞ്ഞു കേട്ടുള്ളത് അല്ലേ. ഡിയർ സൺ, എൻ്റെ മോനെ എന്ന് പറഞ്ഞാണ് എന്നെ ചെല്ലുന്നത് അല്ലേ. നോ, ഡോണ്ട് ടച്ച്. സച്ച് എ മോഡേൺ പേഴ്സൺ. വലിയ പരിഷ്കാരിയാണല്ലേ. ഡോണ്ട് ടച്ച് മീ. കം ഇൻസൈഡ്. അകത്തേക്ക് വാ.
എന്ന് പറഞ്ഞാണല്ലോ വിളിക്കുന്നത്. നമുക്ക് ഇതൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐ ഹാവ് ഹേർഡ് അബൌട്ട് യു ഫ്രം കോര ആൻഡ് ബ്രദേഴ്സ് അബൌട്ട് ദ only little sister. My dear son, no? Oh, such a modern person. Don't touch me. Come inside. നമുക്കിത് ഒന്നുകൂടെ കേട്ട് നോക്കാം. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. മോനെ ഓ ഒരു പരിഷ്കാരി അതിന്റെ ബാക്കി നമുക്ക് കേട്ട് നോക്കാം. കണ്ടോടി പാന്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണമാ അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നു കണ്ടായിരുന്നോ? Did you see him? He has got pants, shirt and belt. ഇവിടെ ശ്രദ്ധിക്കുക, ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഹി ഹാസ് ഗോട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഹാസ് ആണെങ്കിലും മാത്രമാണെങ്കിലും മതി. പാൻറ്റും ഷർട്ടും ബെൽറ്റും എല്ലാം ഉണ്ടല്ലേ. ഹി ഹാസ് ഗോട്ട്. സച്ച് എ മോഡേൺ പേഴ്സൺ. എന്നാ ഒരു പരിഷ്കാരിയാണ്. നമുക്ക് പറയാം, ഓ എന്നാ ഒരു നല്ല മനുഷ്യനാണ്. സച്ച് എ ഗുഡ് പേഴ്സൺ, സച്ച് എ നൈസ് പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാ ഒരു നല്ല മനുഷ്യനാണ് നമ്മൾ പറയാറില്ലേ. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. എന്നാ ഒരു മണമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ വാട്ട് എ പെർഫ്യൂം. അത് തന്നെയാണ്, സെയിം അർത്ഥമാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അടിച്ചിരിക്കുന്നതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് അണ്ടർസ്റ്റുഡാണ്. ഇത്രയേ പറയാറുള്ളൂ, മൊത്തം പറയാറില്ല. അത് ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ അങ്ങനെയുണ്ട്. വിച്ച് ആൾ പെർഫ്യൂംസ് ഡസ് ഹി യൂസ്. ഓ എന്തൊക്കെ പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ഡിഡ് യു സീ ഹിം? ഹി ഹാസ് ഗോട്ട് പാന്റ്, ഷർട്ട് ആൻഡ് ബെൽറ്റ്. സച്ച് എ മോഡേൺ പേഴ്സൺ. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. വാട്ട് എ പെർഫ്യൂം. വിച്ച് ആൾ പെർഫ്യൂംസ് ഡസ് ഹി യൂസ്. നമുക്കിത് ഒന്നുകൂടെ കേട്ട് നോക്കാം. കണ്ടോടി പാന്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണമാ അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവൻ അടിച്ചിരിക്കുന്നു. അതിന്റെ ബാക്കി നമുക്ക് കേട്ട് നോക്കാം. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന് എന്റെ അമ്മ. He might have used a good perfume, but this is not the fashion these days. നല്ല പെർഫ്യൂമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞ് ഇതല്ല. Then what is the fashion do you mean? പിന്നെ എന്നാ ഫാഷനാണ് നീ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ what is the modernity do you mean? അതെല്ലാം ഉണ്ട്. He has got everything. Hasn't he got pants? പാൻസിന് പാൻസ് ഇല്ലേ? Hasn't he got belt? ബെൽറ്റ് ഇല്ലേ? ഇപ്പം നമ്മൾ പാൻസിൻ്റെ പാൻസിലെന്ന് പൂർണ്ണമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഹാസിന് ഈ കോട്ട് ബെൽറ്റ്സ്, ഹാസിന് ഈ കോട്ട് പെർഫ്യൂം, പെർഫ്യൂമിന് പെർഫ്യൂം ഇല്ലേ? വാട്ട് എൽസ് ഡു യു വാണ്ട്? പിന്നെ എന്നതാണ് നിനക്ക് വേണ്ടത്? നമുക്കിത് നോടൊന്ന് കേട്ട് നോക്കാം. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന് എന്റെ അമ്മ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം, ഇത് നല്ലൊരു കോമഡിയാണ്, എനിക്കറിയാം. പകുതി വെച്ച് നിർത്തുന്നത് ശരിയില്ല, എങ്കിലും നമ്മുടെ ഒരു സമയപരിധി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.